നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന നാളുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശങ്ങൾ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞിട്ട് അവരുടെ ഒരു നമ്മോടുള്ള ഒരു നിലപാട് നിർദ്ദേശമുണ്ട്. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകാൻ രോഗിയായി കിടക്കുന്ന നാളുകളുണ്ടല്ലോ, ആ സമയങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ച് നൽകിയ ഒരു മുന്നറിയിപ്പുണ്ട്. അതെന്താ? ഇഷ്തദ്ദ ഖദബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ്. നബിമാരുടെ ഖബറുകൾ ആരാധനാലയങ്ങളാക്കിയവർക്ക് അള്ളാഹുവിൻ്റെ കോപം കഠിനമായി. മറ്റൊരു റിപ്പോർട്ടിൽ ഇലാന അല്ലാഹുൽ യഹൂദ വൻ നസാറ, യഹൂദ ക്രൈസ്തവരെ അള്ളാഹു ശപിച്ചു. കാരണം ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ്, അവരവരുടെ നബിമാരുടെ ഖബറുകളെ ആരാധനാലയങ്ങളാക്കി. ഇത് കുറേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. ഏറെക്കുറെ ജുന്ദുബ് ബിൻ അബ്ദുല്ലയും അബ്ദുല്ലാഹി ബിൻ മസ്ഊദും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആയിഷമ്മയാണ് ഏറ്റവും കൂടുതൽ ഇത് റിപ്പോർട്ട് ചെയ്തത്. എന്നിട്ട് ആയിഷമ്മ അതിൻ്റെ റീസൺ പറയാണ്, എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗാവസ്ഥയിൽ കിടന്നപ്പോഴും ഇത് പറഞ്ഞത്. ഒരിക്കൽ ആയിഷമ്മയുടെ വീട്ടിൽ റസൂലുള്ളാഹി കിടക്കുമ്പോൾ ബോധം കെട്ട്, ഇശ നിസ്കരിച്ചിട്ടില്ല. അപ്പം നിസ്കാരത്തിന് വേണ്ടി വിളിക്കാൻ ബോധം തെളിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് കഴുകി, മേനി കഴുകി, വീണ്ടും റസൂലുള്ളാഹിക്ക് ബോധം പോയി. അപ്പോഴൊക്കെ ഒരു വസ്ത്രം റസൂലുള്ളാഹിൻ്റെ മുഖത്തേക്ക് വലിച്ചിടും. ബോധം ഉണരുമ്പോൾ റസൂലുള്ളാഹി ഈ വസ്ത്രം നീക്കും. എന്നിട്ട് വീണ്ടും റസൂലുള്ളാഹി പറയലെന്താ? ഈ പറഞ്ഞതാണ്. നബിമാരുടെ മക്ബറകളെ, ഖബർസ്ഥാനുകളെ ആരാധനാലയങ്ങളാക്കിയവരോട് അള്ളാഹുവിൻ്റെ ദേഷ്യം കഠിനമായിരിക്കുന്നു. ഇതാണ് റസൂലുള്ളാഹി പറയുക. അങ്ങനെ ചെയ്തവർ യഹൂദരും ക്രൈസ്തവരാണ്, അവരെ പ്രത്യേകം പറയും. ആയിഷമ്മ പറയാണ്, എന്തിനാണ് റസൂലുള്ളാഹി ഇത് ആവർത്തിച്ചു പറഞ്ഞത്? അത് പിന്നീട് ആയിഷമ്മ മറ്റുള്ളവർക്ക് നമുക്ക് പറഞ്ഞു തരാണ്. യുഹദ്ദിറു മാ സനഉ, അവർ ചെയ്തത് മുസ്ലിമീങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹിന്റെ മുന്നറിയിപ്പാണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർസ്ഥാൻ അതൊരിക്കലും മുസ്ലിമീങ്ങൾ ആരാധനാലയങ്ങളാക്കരുത് എന്നതിൻ്റെ മുന്നറിയിപ്പാണ്. എന്നിട്ട് ഉമ്മുൽ മുഅ്മിനീൻ പറയാണ്, വലൗലാ ദാലിക് ഉബിരിസ ഖബ്റുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഒരു ഭയപ്പാടില്ലായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിടം വീടിന് പുറത്താക്കുമായിരുന്നു, വീടിൻ്റെ പുറത്തേക്കാക്കുമായിരുന്നു. ബഖീ ഖബർസ്ഥാനിലാണ് എല്ലാവരും അന്ത്യവിശ്രമം കൊള്ളുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രിമാരുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തുണ്ട്. എവിടെ? അവരൊക്കെ മരണപ്പെട്ടവരൊക്കെ ബഖീ ഖബർസ്ഥാനിലൊക്കെയാണ് ഉള്ളത്. സൈനബ് ബിൻത് ഖുസൈമ റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്, അവർ ബഖീ ഖബർസ്ഥാനിലാണ്. ഉമ്മു കുൽസൂം, റുഖയ്യ ഇവരൊക്കെ ബഖീ ഖബർസ്ഥാനിലാണ്. സഹാബികളൊക്കെ മറമാടപ്പെട്ടത് എവിടെയാണ്? ബഖീ ഖബർസ്ഥാനിലാണ്. അവിടെ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിടം ഒരുക്കപ്പെട്ടില്ല? നബിയുടെ ഖബറിടം ആരാധിക്കപ്പെടുന്ന ഇടമാക്കുമോ എന്ന് ഭയപ്പെട്ടത് കാരണത്താലാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിനകത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്ന കട്ടിലുണ്ടല്ലോ, ആ കട്ടിൽ മാറ്റിയിട്ടിട്ട് അവിടെയാണ് ഖബർ ഒരുക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അതിന് എന്തേ അങ്ങനെ ചെയ്യാൻ കാരണം? അതില്ലായിരുന്നുവെങ്കിൽ ആ സ്ഥലം ആരാധിക്കപ്പെടുന്ന ഇടമാക്കുമെന്ന് ഭയപ്പെട്ടു എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല പറയണം. അപ്പോൾ അത് അവരുടെ ആ പ്രതിഭയെയാണ് അറിയിക്കുന്നത്. മാത്രമല്ല അവരുടെ ആ ഗുണകാംക്ഷ മനസ്ഥിതി. മുസ്ലിമീങ്ങൾ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിടം ഒരു ആരാധനാലയമാക്കി മാറ്റാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചിട്ടില്ല എങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചിട്ടില്ല എങ്കിൽ പിന്നെ ആദം സന്തതികൾ ആരുടെ ഖബറിടം അങ്ങനെ ആരാധനാലയാക്കാൻ അനുവാദമുണ്ട്? ഒരാളുടേത് അനുവാദമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൻ്റെ പ്രത്യേകത എന്താ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറയിലാണ് ആ ഖബറുള്ളത്, വീടിനകത്ത്. അത് പൂർണ്ണമായും മൂടപ്പെട്ട നിലക്കാണ്. മൂടപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ജനലൊക്കെ അടക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു ഹുജറയാണ്. പിന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിൽ പഞ്ചഭുജാകൃതിയിൽ ഒരു വൻമതിൽ കെട്ടിയിട്ട്, പഞ്ചഭുജാകൃതിയിൽ ഒരു വൻമതിൽ കെട്ടിയിട്ടുണ്ട്. വേറെയും മതിലുകൾ അതിനിപ്പുറം പിന്നീട് വന്നിട്ടുണ്ട്. റൗദയിൽ നിന്ന് 3 മീറ്റർ, റൗദയിൽ നിന്ന് 3 മീറ്റർ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് എടുത്തിട്ടാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് വരെ വൻമതിൽ ഉണ്ടാക്കിയിട്ടുള്ളത് പഞ്ചഭുജാകൃതിയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൻ്റെ അടുത്ത് നിന്ന് അതിനെ മറക്കാനുള്ള ആ പഞ്ചഭുജാകൃതിയിൽ ഉള്ള മതിൽ. പിന്നെയും മതിലുണ്ട്. ഇന്നൊരാൾ പറയാണ് റസൂലുള്ളാഹിൻ്റെ ഖബർ കണ്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ തൊട്ടു. ഇതൊക്കെ പച്ച കള്ളാണ്.
അതിന് സാധ്യമല്ല. കാരണം അത്രയും ആളുകളിൽ നിന്ന് വിട്ടാണ്, മതിലുകൾക്കുള്ളിലാണ് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. ഏതായാലും ഇവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ ആ സാരോപദേശത്തിൽ, സതുപദേശത്തിൽ നമുക്ക് പഠിക്കാനുള്ള ചില പാഠങ്ങൾ ഉൾക്കൊള്ളാൻ അത് ഉണർത്തിയെന്ന് മാത്രം. إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.